ഇതറിയാ കോട്ടക്കന്ന് ഇവരെ സ്ഥാപക പ്രസിഡന്റ് ഉണ്ട്. മൂപ്പര് പറയുന്നു, സഹാബത്തിൽ ഓരോരുത്തർക്കും ഒന്നും രണ്ടും കൂടി വന്നാൽ അഞ്ചും കിട്ടിയ ഹജ്ജത്തുൽ വദായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ച മുടി സഹാബത്തിന് തിന്നാൻ കൊടുത്തതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടിയിൽ നിന്ന് 1, 2 കൂടിയാൽ 5 മുടി മുസ്ലിം റളിയല്ലാഹു അൻഹക്ക് കിട്ടിയിട്ടുണ്ട്. എന്തിനാ ഇത് പറഞ്ഞു കൊണ്ടിരുന്നത്? അബൂദാബിയിൽ ഉള്ള മുടി ഇവർ ആദ്യം തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് 20,000 മുടിയുണ്ട് എന്നാ പറഞ്ഞു. 20,000 ഇവർ എണ്ണി നോക്കിയ മാതിരിയാണ്. അതിനെപ്പറ്റി വിശദീകരണത്തിലേക്ക് കടന്നപ്പോ ഇയാള് പറഞ്ഞു, ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ്, ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിലാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതിനെന്താ സെനത്? ഏത് കിതാബിലാണുള്ളത്? ഏറ്റവും കൂടുതൽ മുടി തുർക്കിയിലാണെന്ന് എവിടെയാണുള്ളത്? ഇതാണ് ചർച്ച, തർക്കം. അവിടെ ഞാൻ പറഞ്ഞിരുന്നു 34 മുടി കുസ്തുന്തീനിയയിൽ ഉണ്ട്. അവിടെയുള്ള മുടി 34 ഞാൻ പറഞ്ഞു. വാസ്തവത്തിൽ 43 എന്ന് പറയേണ്ടത് ഞാൻ മുമ്പെപ്പോ നോക്കി വെച്ച ഓർമ്മയിൽ പറഞ്ഞപ്പോ പറയും അപ്പുറം ഇപ്പുറം. ആദ്യം 35 എന്ന് പറഞ്ഞു, പിന്നെ 34 എന്ന് പറഞ്ഞു. അത് വാസ്തവത്തിൽ 43. ഈ 43 ആർക്കാ തെളിവ്? 5 വരെ മുടി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകൾക്ക് എത്രയും കൂടുന്നാണെങ്കിൽ തെളിവ് കൂടുക, എനിക്കല്ലേ തെളിവ് കൂടുക. ഇയാൾ പറയാം, മൊയ്ലിയാരെ അവിടെ 34 അല്ല 43 എന്നെ ഗണ്ണിക്കുന്ന 5 ഉള്ളൂ എന്ന് പറഞ്ഞാളേ. എത്രയാ പറഞ്ഞേ? 34. ആദ്യം 35 പറഞ്ഞു, പിന്നെ 34 പറഞ്ഞു. തിരുത്തിക്കോ, 35 തിരുത്തിക്കോ, 34 തിരുത്തിക്കോ. രണ്ടും അല്ല നിങ്ങൾ പറഞ്ഞ കിതാബിലുള്ളത്. സലാസം 40 ഷഅറത്തൻ എന്നല്ല, സലാസം 40 എന്ന് പറഞ്ഞാൽ 34 അല്ല മൊയ്ലാറെ, 43. അപ്പോ 43 ഉള്ളത്. ഇയാളെ വാദം എന്തായിരുന്നു? സഹാബത്തിൽ ഓരോരുത്തർക്കും ഒന്നും രണ്ടും കൂടി വന്നാൽ 5ഉം കിട്ടിയ ഹജ്ജത്തുൽ വദായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ച മുടി. അതിന്റെ കൂടെ ഒന്നും കൂടിയുണ്ട്. എന്താ അറിയോ? ഇയാള് പറയാണ്, തുർക്കി മുസ്തഫ കമാൽ ഭാഷ ഭരിച്ചിട്ടുണ്ട്. അയാൾ ഇസ്ലാമിന്റെ കണ്ണ വിരോധിയാണ്. അയാൾ ഭരിച്ചിട്ടുണ്ട്. അപ്പോ മുടി ഒരാളെ കയ്യിലുള്ളത് കൊണ്ട് അയാൾക്ക് ബഹുമാനം ഉണ്ടാവൂല. അങ്ങനെയാണെങ്കിൽ മുസ്തഫ കമാലിന് ബഹുമാനം ഉണ്ടാകണ്ടേ. എന്നാ സുഹൃത്തെ പഠിച്ചോ, മുസ്തഫ കമാൽ ഭരണം നടത്തുന്ന സമയത്ത് അവിടെ 34 ഇല്ല, 35 ഇല്ല, 43 ഇല്ല, 18 മുടി മാത്രമേ നിങ്ങളെ പറഞ്ഞ സ്ഥലത്തുള്ളൂ. ബാക്കി കൊടുത്തുപോയിട്ടുണ്ട് കിതാബിലുണ്ട്. അതിലൊന്ന് ഭോപ്പാലിലേക്കാ കൊണ്ടുവന്നത്. ഞാൻ മുമ്പ് നോക്കിയ ഒരു ഓർമ്മയിൽ പറഞ്ഞപ്പോ 43, 34 പോയതല്ല നിങ്ങളെ വലിയ വിഷയം. എന്നാ സുഹൃത്തെ, അത് എനിക്ക് തെളിവാണ്. മുമ്പ് 43 മുടി കുസ്തുന്തീനിയയിൽ ഉണ്ടായിരുന്നു. കുസ്തുന്തീനിയ എന്നും ഇസ്താംബുൽ എന്നും തുർക്കി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരേ രാഷ്ട്രമാണ്. അതിലാർക്കും ഇവിടെ തർക്കം ഇല്ല. ഞാൻ കുസ്തുന്തീനിയ തുർക്കിയിലല്ല എന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞതായി അതാ ദ്യോതിപ്പിച്ചുകൊണ്ടാണ് ഇവര് മറുപടി മുഴുവനും പറഞ്ഞത്. അത് പച്ചക്കള്ളമാണ്. എന്റെ സീഡിയിൽ നിന്ന് കുസ്തുന്തീനിയ തുർക്കിയിലല്ലെന്ന് പറഞ്ഞത് കേൾപ്പിച്ച് തരാൻ നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ബാക്കി കൂടി കേൾപ്പിക്കാം. ഒന്നുകൂടി അവിടെ പറയാണ്ട്. മുസ്തഫ കമാൽ ഭാഷ ഭരിച്ചത് കൊണ്ട് മുടി അദ്ദേഹത്തിന്റെ കൈവശത്തിലാവോ? അതൊന്നും ആലോചിക്കാം. നിങ്ങൾ സമ്മതിച്ചതാണ്. ബാൽ മസ്ജിദിൽ മുടിയുണ്ട്, കാശ്മീരിൽ മുടിയുണ്ട്, ഡൽഹിയിൽ മുടിയുണ്ട്, വെല്ലൂരിൽ മുടിയുണ്ട്. ചോദിക്കട്ടെ, ഭരിക്കുന്നത് ആരാ? ആരാടോ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് മോനെ? ആരാ പ്രധാനമന്ത്രി? മൻമോഹൻ സിംഗിന്റെ കയ്യിലാ മുടിയുള്ളത്. അപ്പൊ ഭരണം മൻമോഹൻ സിംഗ് ആയതുകൊണ്ട് ഇന്ത്യയിലെ റസൂലുള്ളാഹിന്റെ മുടിയൊക്കെ മൻമോഹൻ സിംഗിന്റെ കയ്യിലാണെന്ന് ധരിക്കുന്ന ആളായി പോയോ നിങ്ങൾ? ഒരു അബ്ദുറഹ്മാൻ മുസ്ലിയാർ എനിക്ക് മറുപടി പറഞ്ഞു, അതൊന്ന് തുർക്കിയിലാണ്. മുടികളിൽ ഏറ്റവും കൂടുതൽ മുടി കിടക്കുന്നത് തുർക്കിയിലാണ്, മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ്. ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് അയാൾ പറയാം. ഞാൻ ചോദിക്കുന്നത് ഏത് കിതാബിലാണുള്ളത്? അതിനെന്താ സെനത്? ഏറ്റവും കൂടുതൽ മുടിയുള്ളത് തുർക്കിയിൽ മുസ്തഫ കമാലിന്റെ സ്ഥലത്താണ് അയാൾ പറയാം. ഞാൻ ചോദിക്കുന്നത് ഏത് കിതാബിലാണുള്ളത്? അതിനെന്താ സെനത്? ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് മുടിയുള്ളതെങ്കിൽ അതിന്റെ സെനത് എന്താണ്? ഏത് കിതാബിലാ ഉള്ളത്? അവിടെ എത്ര മുടിയുണ്ട് പറ. 35 മുടി.
35 മുടി സൂക്ഷിച്ച സ്ഥലം എന്റെ കയ്യിൽ കിതാബിലുണ്ട്. ഞാൻ ചോദിക്കുന്നത്, തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ, നിങ്ങൾ പറഞ്ഞല്ലോ, ഏത് കിതാബിലാണ് ഉള്ളത്? അവിടെ എത്രയാ ഉള്ളത്? സെനത് വായിക്കും. സെനത് വായിക്കും. എന്താ എന്റെ ചോദ്യം? എന്റെ ചോദ്യം, ഏറ്റവും കൂടുതൽ തുർക്കിയിലാണെന്ന് എവിടെയാ ഉള്ളത്? കുസ്തുന്തീനിയയിൽ ഉള്ളത് എത്രയാ? 34 എന്ന് ഞാൻ പറഞ്ഞു, അതിന്റെ ഓർമ്മ തെറ്റാണ്, 43 ആയിക്കോട്ടെ. എന്നാൽ ഏറ്റവും കൂടുതൽ തുർക്കിയിലാണ് എന്നതിന് എന്താ തെളിവ്? എന്താ സെനത്? ഇതാ എന്റെ ചോദ്യം. അതിന് ഇന്നേ വരെ നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. തുർക്കിയിലാണ് ഏറ്റവും കൂടുതൽ മുടി ഉള്ളതെങ്കിൽ വായിക്ക് കിതാബ്. അത് വായിക്കാതെ അനുയായികളെ പറ്റിക്കുന്ന നോക്കിക്കോളി. എനിക്കെതിരായിട്ട് ഒരു തെക്കുബീരി ചെല്ലിക്കുന്നുണ്ട്, അതൊന്ന് കേട്ടോട്ടെ. മറുപടി പിന്നെ ഇതുകൊണ്ട് തീർക്കുന്നൊന്നുമില്ല, വായിക്കട്ടെ. അടുത്തത് ഞാൻ പറയാ, കുസ്തുന്തീനിയ 34 മുടി. ഞാൻ നേരത്തെ പറഞ്ഞ 35 അത് തിരിച്ചോ, 34 മുടി. അല്ലാസാറുൻ നബവിയ അഹ്മദ് തൈമൂർ ഗ്രന്ഥം നോക്കിക്കോ. നിങ്ങൾ പറഞ്ഞു എവിടെയാന്ന് പെരുമിറ്റ്. ഞാനിവിടെ ഇബാറത്ത് വായിക്കുന്നില്ല, കിതാബ് ഉദ്ധരിക്കുന്ന മാത്രം, കിതാബ് വായിക്കുന്നില്ല. ഉദ്ധരണി വായിച്ചിട്ട് അർത്ഥം വെച്ചതല്ല. എന്നിട്ട് ഇവരെന്ത് ചെയ്തു അറിയോ? ഇയാൾക്ക് ഹാമിസിന്റെ അർത്ഥാറിനൂടാ, സലാസിന്റെ അർത്ഥാറിനൂടാ, അർബാവിന്റെ അർത്ഥാറിനൂടാ ഇബാറത്ത് വായിച്ചിട്ട് അർത്ഥം വെച്ചത് തിരുമ്പും. ഞാൻ ഇബാറത്ത് വായിച്ചിട്ടേ ഇല്ല. എന്തിന്? മറുപടി പറയാൻ കഴിയാഞ്ഞിട്ട്. മറുപടി പറ. ഞാൻ ചോദിച്ചതിന്റെ മറുപടി, ഏറ്റവും കൂടുതൽ മുടി തുർക്കിയിലാണ് ഏത് കിതാബിലുള്ളത്? അതിന്റെ മറുപടി പറ. കുസ്തുന്തീനിയ തുർക്കിയിലല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് ബാക്കി വിടുക്ക്. എന്റെ മുസ്ലിയാരെ, ഇമാതിരി പൊട്ടപ്പോയത്തോ ഇനിയെങ്കിലും പറയണം. മൊയ്ലാമാറെ പറയിക്കൽ. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ഇയാൾക്ക് കുറച്ച് വിവരം ഉണ്ടെന്നുള്ളൊരു മതിപ്പനക്ക് ഉണ്ടായിരുന്നു. ഈ കുസ്തുന്തീനിയാന്ന് പറഞ്ഞത് തുർക്കിയാണ്. ഉറക്കപ്പറ, ഉറക്കെ. ഇതൊക്കെ വീറല്ലേ? അല്ല സുഹൃത്തെ, ഞാൻ പറഞ്ഞിനോ കുസ്തുന്തീനിയ തുർക്കിയിലല്ലാന്ന്? അങ്ങനെ ഞാൻ പറഞ്ഞൊരു ക്ലിപ്പിന്റെ കേൾപ്പിക്ക്. കുസ്തുന്തീനിയ തുർക്കിയിലല്ല എന്ന് പേരോട് പറഞ്ഞ ക്ലിപ്പ് കേൾപ്പിച്ചിട്ട് ആണത്തുണ്ടെങ്കിൽ ഉറക്കയിൽ പറ. അതില്ലാതെ ഞാൻ പറയാത്തൊരു വിഷയത്തിനാ മറുപടി. ഇനി ഇയാളൊരു ഉദാഹരണം പറയുന്നത്, അതിനേക്കാൾ രസമുള്ള ഉദാഹരണം. ഭയങ്കര ബുദ്ധിമാന്മാരല്ലേ? എന്താ ഉദാഹരണം അറിയോ? ഉദാഹരണം പറയുന്നത്, താജ്മഹള് ഇന്ത്യയിലാന്ന് ഒരാൾ പറഞ്ഞു. അപ്പൊ മറ്റൊരുത്തൻ പറയാണ് ഡൽഹിയിലാണ്, ആഗ്രയിലാണ്. അതുപോലെയാ ഞാൻ പറഞ്ഞത്. മൂപ്പര് വരുത്തി തീർത്ത്. എന്നിട്ട് മൂപ്പര് തെഹക്കീകാക്കുന്ന എന്താ അറിയോ? ഡൽഹിയിലാണ്, ആഗ്രയിലാണ്. ആഗ്ര ഡൽഹിയിലാ. ഇയാൾ എനിക്ക് പഠിപ്പിക്കുന്നത് തുർക്കിന്റെ ചരിത്ര. എന്നാൽ യുപിയിലാ കോയ ആഗ്ര. അതാദ്യം പഠിക്കണോ? അതൊന്ന് വെച്ചുകൊടുത്ത ആ വിട്ടിത്തൊന്ന് പറയട്ടെ. ഒരാൾ പറയാ താജ്മഹൽ ഇന്ത്യയിലാണ് എന്ന് ഞാൻ പ്രസംഗിക്കുക, അതിന്റെ ക്ലിപ്പിടുക. എന്നിട്ട് പറയാ, ആരാ പറഞ്ഞേ താജ്മഹൽ ഇന്ത്യയിലാണെന്ന്? ആരാ പറഞ്ഞേ? ഡൽഹിയിലാണ്, ആഗ്രയിലാണ്. കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്ന കുസ്തുന്തീനിയ തുർക്കിയിലാണ്. അതിൽ പരിക്കോ തർക്കമുണ്ടോ? അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ യുപിയിലാണ്, ആഗ്രയിലാണ്. അപ്പൊ ഇന്ത്യ രാജ്യത്തുള്ള സ്റ്റേറ്റ് എണ്ണി പഠിച്ചോ. കേരളം, കർണാടകം, തമിഴ്നാട്, അങ്ങനെ പോയിട്ട് യുപി. അത് പഠിക്കുക. എന്നിട്ട് തുർക്കിന്റെ കാര്യം ചർച്ച ചെയ്യട്ടോ. അത്ര വലിയ മൂപ്പന്മാർ നിങ്ങളെ കൂട്ടത്തിലില്ല, ഞങ്ങൾക്കറിയാം. ഞമ്മക്ക് പഠിപ്പിക്കുന്നില്ലേ? ഇന്ത്യന്റെ ചരിത്രം പഠിക്കാത്തതാണ് തുർക്കി പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക്.